ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കേരള പദവികളുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പദവികൾ എന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, പി സതീദേവി. പി സതീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അപ്പോൾ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കേരള പ്രതിപക്ഷ നേതാവ്. കേരള പ്രതിപക്ഷ നേതാവ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, വി ഡി സതീശൻ. വി ഡി സതീശനാണ് കേരള പ്രതിപക്ഷ നേതാവ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ്റെ മണ്ഡലം ചോദിച്ചാൽ പറവൂർ. പറവൂരാണ് വി ഡി സതീശൻ്റെ മണ്ഡലം. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓർത്ത് വെച്ചേക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരള കൃഷി വകുപ്പ് മന്ത്രി. കേരള കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, പി പ്രസാദ്. പി പ്രസാദ് ആണ് കേരള കൃഷി വകുപ്പ് മന്ത്രി. പി പ്രസാദിൻ്റെ മണ്ഡലം ചോദിച്ചാൽ ചേർത്തല. അപ്പോൾ കേരള കൃഷി വകുപ്പ് മന്ത്രിയായ പി പ്രസാദിൻ്റെ മണ്ഡലം ഏതാണ്? ചേർത്തല. അപ്പോൾ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാണ് പി സതീദേവി. കേരള പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് പറവൂര്. കേരള കൃഷി വകുപ്പ് മന്ത്രിയാണ് പി പ്രസാദ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ചോദിച്ചാൽ ചേർത്തല. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള വിവരാവകാശ കമ്മീഷണർ. കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, വി ഹരിനായർ. വി ഹരിനായരാണ് കേരള വിവരാവകാശ കമ്മീഷണർ. അപ്പോൾ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള PSC ചെയർമാൻ. കേരള PSC ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, MR ബൈജു. MR ബൈജു ആണ് കേരള PSC ചെയർമാൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ. കേരള ആരോഗ്യമന്ത്രി. കേരള ആരോഗ്യമന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, വീണ ജോർജ്. വീണ ജോർജ് ആണ് കേരള ആരോഗ്യമന്ത്രി. വീണ ജോർജിൻ്റെ മണ്ഡലം ചോദിച്ചാൽ ആറന്മുള. ആറന്മുള നിയോജക മണ്ഡലമാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിൻ്റേത്. അപ്പോൾ കേരള വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ. കേരള PSC ചെയർമാനാണ് MR ബൈജു. കേരള ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ്. വീണ ജോർജിൻ്റെ നിയോജക മണ്ഡലം ചോദിച്ചാൽ ആറന്മുള നിയോജക മണ്ഡലം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, സജി ചെറിയാൻ. സജി ചെറിയാനാണ് കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രി. സജി ചെറിയാൻ്റെ മണ്ഡലം ചോദിച്ചാൽ ചെങ്ങന്നൂർ. ചെങ്ങന്നൂരാണ് സജി ചെറിയാൻ്റെ മണ്ഡലം. അപ്പോൾ കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ശ്രീ M ഷാജർ. M ഷാജറാണ് കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, A റഷീദ്. A റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ കേരള സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചോദിച്ചാൽ ചെങ്ങന്നൂർ. കേരള യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ M ഷാജർ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് A റഷീദ്. പത്താമത്തെ ക്വസ്റ്റ്യൻ. കേരള ഗവർണർ. കേരള ഗവർണർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ. 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി. കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ശാരദ മുരളീധരൻ. ശാരദ മുരളീധരനാണ് കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി. 12ാമത്തെ ക്വസ്റ്റ്യൻ. കേരള നിയമസഭാ സ്പീക്കർ. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, AN ഷംസീർ. AN ഷംസീറാണ് കേരള നിയമസഭാ സ്പീക്കർ. അപ്പോൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേരളത്തിൻ്റെ 49ാമത് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ,
കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ A ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ. കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ B പിണറായി വിജയൻ. പിണറായി വിജയനാണ് കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ. കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ A VK രാമചന്ദ്രൻ. VK രാമചന്ദ്രനാണ് കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ. അപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ. കേരള ആസൂത്രണ ബോർഡ് ചെയർമാനാണ് പിണറായി വിജയൻ. കേരള ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനാണ് VK രാമചന്ദ്രൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ, 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ B KN ഹരിലാൽ. KN ഹരിലാൽ ആണ് 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ധനകാര്യമന്ത്രി. സംസ്ഥാന ധനകാര്യമന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ C KN ബാലഗോപാൽ. KN ബാലഗോപാലാണ് സംസ്ഥാന ധനകാര്യമന്ത്രി. 18ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഡെപ്യൂട്ടി സ്പീക്കർ. കേരള ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ B ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാറാണ് കേരള ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ 7ാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് KN ഹരിലാൽ. സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് KN ബാലഗോപാൽ. കേരള ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ B അലക്സാണ്ടർ തോമസ്. അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ B OR കേളു. OR കേളു ആണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി. OR കേളുവിൻ്റെ മണ്ഡലം ചോദിച്ചാൽ മാനന്തവാടി. ഇത് PSCക്ക് ഒരുപാട് തവണ ചോദിച്ചതാണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ OR കേളുവിൻ്റെ മണ്ഡലം ഏതാണ്? മാനന്തവാടി. അപ്പോൾ നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയാണ് OR കേളു. 21ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ B U ഷറഫ് അലി. U ഷറഫ് അലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ B K സച്ചിദാനന്ദൻ. K സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ A മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. അപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ് U ഷറഫ് അലി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റാണ് K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. 24ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ. കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ A OS ഉണ്ണികൃഷ്ണൻ. OS ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ B മുരളി ചീരോത്ത്. മുരളി ചീരോത്താണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. അപ്പോൾ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ C പ്രേംകുമാർ.
പ്രേംകുമാറാണ് നിലവിലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഷാജി എൻ കരുൺ. ഷാജി എൻ കരുണാണ് നിലവിലെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ. കേരള അഡ്വക്കേറ്റ് ജനറൽ. കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് പ്രേംകുമാർ, കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ഷാജി എൻ കരുൺ, കേരള അഡ്വക്കേറ്റ് ജനറലാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ലോകായുക്ത. കേരള ലോകായുക്ത ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ എൻ അനിൽകുമാർ. എൻ അനിൽകുമാറാണ് കേരള ലോകായുക്ത. 30ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കെ സി റോസക്കുട്ടി. കെ സി റോസക്കുട്ടിയാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ. അപ്പോൾ കേരള ലോകായുക്ത എൻ അനിൽകുമാർ, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറണ്ട് അഫേഴ്സിലെ പദവികൾ എന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് തന്നെ ഇത് പഠിക്കണം. 30ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്